ഒന്ന് നിർത്തു, ഒന്ന് നിർത്തൂന്നേ. വേണ്ട പണി, ഞാൻ വീഴും. ഓ നിർത്തു. നിങ്ങൾക്ക് കാണുന്നില്ലേ, ജോർദാർ പേടിച്ചിരിക്ക. ഒന്ന് നിർത്തൂന്നേ. നീ പെണ്ണുങ്ങളെ പോലെ പേടിക്കുന്നു. പെണ്ണുങ്ങളെ പോലെ പേടിക്കണമെന്ന് വെച്ചാ നീ എന്താ പറയുന്നേ? ആണുങ്ങളെ പേടിക്കില്ല എന്നാണോ? പെണ്ണുങ്ങൾ ഫിസിക്കലി വീക്ക് ആണെങ്കിലും ഇമോഷണലി സ്ട്രോങ് ആണ്. ആണായാലും പെണ്ണായാലും എല്ലാരും ഒന്നാണ്. അതെയോ, ഒരുപോലെയാണോ? അപ്പൊ മെനിഞ്ഞാന്ന് ഞാൻ നിന്നെ അടിച്ചപ്പോ നീ എന്തിനാ ദേഷ്യപ്പെട്ടെ? നിനക്ക് ഇമോഷണൽ ആകായിരുന്നില്ലേ? അല്ല, പെൺകുട്ടികൾ എപ്പോഴും ഇമോഷണൽ ആവാറില്ല. പക്ഷെ ചില സമയം ആണുങ്ങൾ ചെരുപ്പൂരി അടിക്കും കേട്ടോ. പക്ഷെ നീ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ചതും ഇല്ലല്ലോ. എടാ മണ്ടാ, പെൺകുട്ടിയല്ലല്ലോ, ആൺകുട്ടിയല്ലേ. നമ്മളിപ്പോ എന്തിനെ പറ്റിയാ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നേ? പെണ്ണുങ്ങളെ പറ്റിയാണോ അതല്ല പെണ്ണുങ്ങളുടെ പ്രവൃത്തികളെ പറ്റിയാണോ? നിക്ക് വഴക്കിടണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്വന്തം അമ്മയുടെ പുറത്ത് സത്യം ചെയ്ത് പറയാണ്. എന്നെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനി ഡൗട്ട്? എന്നാ പറ. എല്ലാ പിള്ളേരുടെ മനസ്സിലും ഒരു പെൺകുട്ടി എപ്പോഴും കാണും. അപ്പൊ നിന്റെ ഉള്ളില് ഏത് പെണ്ണാ ഉള്ളത്? പിന്നെ അവളുടെ പേരെന്താ? അത് നിന്റെ അകത്തുള്ള നിന്റെ ഉള്ളിലുള്ള പെണ്ണ് കാണാൻ എങ്ങനെ ഉണ്ടാവും? വേഗം പറ. എടാ, രണ്ടാമതെന്ന് വെച്ചാ വേറെ പെൺകുട്ടികളൊന്നും കാണില്ല എന്ന് വെച്ചാ. എന്താ നീ അതായത് എന്നൊക്കെ പറയുന്നേ? നീ എന്തർത്ഥത്തിലാ ആണുങ്ങളുടെ ഉള്ളിൽ പെണ്ണുണ്ടാവുമെന്ന് പറഞ്ഞത്? എടാ ബണ്ണി, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് എന്റെ ഏരിയയിൽ വരുന്ന കാര്യമേ അല്ല. എല്ലാ ആണുങ്ങൾക്കുള്ളിലും പെൺകുട്ടികളുടെ ചില ഗുണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ആൺകുട്ടികളുടെ ഫെമിനൈൻ സൈഡ് ആണെന്ന് പറയും. അപ്പൊ എന്റെ ഉള്ളിലും പെണ്ണുങ്ങളുടെ സവിശേഷതകൾ ഉണ്ടോ? അതെ, എല്ലാവർക്കും ഉള്ളിലും ഉണ്ടാവും. ഇത് വളരെ നല്ല കാര്യമാണ്. നല്ല കാര്യാണോ? പിന്നെ ഞാൻ എന്താ അത് അറിയാതെ പോയത്? കാരണം ഇത് ഇടക്കിടക്ക് പുറത്തേക്ക് വരൂ. അങ്ങനെ പുറത്തു വരുമ്പോ നിനക്കും അത് അറിയാൻ കഴിയും. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ടല്ലേ? ഹായ്. ഞാൻ പറയുന്നത് കേൾക്ക്. ഡാർക്ക് പിങ്ക് കളറിലുള്ള നെയിൽ പോളിഷ് ഇടണം. ഹായ് 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 ഹയ്യമ്മോ. ഹായ്. ഇത് പാക്ക് ചെയ്ത് താ ചേട്ടാ. സൈസ് എനിക്ക് ഇടാൻ വേണ്ടിയാ. എന്റെ സൈസ് നോക്കിയിട്ട് താ. ഇത് നിങ്ങൾ ഇടാൻ പോവാണോ? എന്തേ, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഹായ് പുളി. ഹായ്. പെണ്ണുങ്ങൾക്ക് പുളി ഭയങ്കര ഇഷ്ടാണ്. ഞാനും കഴിക്കട്ടെ. പണി, നിനക്കത് എന്തു പറ്റി? എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ? മര്യാദക്ക് ഇരിക്ക്, എന്റെ ബാലൻസ് തെറ്റും. എന്നെ കണ്ട ഏതൊരാൾക്കും ബാലൻസ് ഒക്കെ തെറ്റും. പണി, തോന്നിയതൊന്നും വിളിച്ചു പറയല്ലേ. എന്റെ സംസാരം നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ ഇനി നിന്റെ സ്കൂട്ടറിൽ വരുന്നില്ല. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ഓട്ടോ. ഹണി, ഇതെന്തൊരു കോലാ ഇത്? എന്റെ കാര്യം വിട്. നിങ്ങളുടെ ഭർത്താവിന്റെ കോലത്തിനെ പറ്റി വല്ലതും അറിയോ പെങ്ങളെ? നിങ്ങൾ ഇവിടെ വീട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിങ്ങളുടെ ഭർത്താവ് വേറെ ഏതോ പെണ്ണിന്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ബോക്സറാ, ബോക്സ്. ബാക്ക് ബാക്ക്. അതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇപ്പൊ വേറൊരു റിംഗിലാണ് മാച്ച് നടക്കുന്നത്. എന്റെ ഭർത്താവ് ബോക്സറാ, ബോക്സർ. എന്റെ അച്ഛനാണെങ്കിൽ വലിയ ഫയൽവാനും. എടാ, നീ എന്താ ചെയ്യുന്നേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നിങ്ങളുടെ ബൈക്കിന്റെ പിന്നിൽ നിന്ന് ആരായിരുന്നു? മോണ അമ്മേ, അവളെ ഇപ്പോഴാണ് ഇവിടുന്ന് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുപോയത്. കേട്ടില്ലേ പെങ്ങളെ? മോണെ അല്ല, അവളൊരു വശീകരണക്കാരിയാണ്. ഓ, മോണ ഇവരുടെ സഹോദരിയാ. എനിക്കിപ്പോ ഷോപ്പിങ്ങിന് പോണം. ബൈ.
എക്സ്ക്യൂസ് മീ. എന്താ അനിയാ? എന്താ ഇത്? ഞാൻ എന്റെ ഉള്ളിലുള്ള പെണ്ണിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കഴുതെ, അകത്തുള്ള പെണ്ണ് പുറത്തല്ല വന്നത്, നീയാ ഇപ്പൊ പെണ്ണായിട്ട് മാറിയത്. നമ്മുടെ അകത്തൊരു പെണ്ണുണ്ടെങ്കിൽ അവളെ പുറത്തും പെണ്ണിനെ പോലെ തന്നെ കാണിക്കണ്ടേ? Stupid. അയ്യോ നീയാ? അടിപൊളി അടിപൊളി അടിപൊളി. ഹണി, നീ കാണാൻ അടിപൊളിയാണല്ലോ. You teasing. അയ്യോ, എന്നെ ജനിപ്പിച്ചവരുടെ മേലെ സത്യം ചെയ്ത് പറയാ, ഇങ്ങനെ എന്നെ നോക്കി കൊല്ലല്ലേ ഹണി. നിക്ക്, നീ എന്താ ചെയ്യുന്നേ? ആരെങ്കിലും പെണ്ണുങ്ങളെ ശല്യം ചെയ്താ ആ പെണ്ണ് അവരെ ചെരുപ്പ് കൊണ്ട് അടിക്കും. എടാ, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? നീ പെൺകുട്ടിയല്ല. നിന്റെ അകത്ത് പെണ്ണിന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ അത് താനേ പുറത്തു വരും. എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ അകത്ത് പെണ്ണുങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയണം. ശരി, എനിക്കിപ്പോ പെഡിക്യൂറിനുള്ള സമയമായിരിക്കുന്നു. ശരി, മനസ്സിലാക്കിക്കോ. പക്ഷെ ആദ്യം ഈ പെമ്പിളറുടെ ഗെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ട് മനസ്സിലാക്ക്. ശരി അനിയ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിയോടൊപ്പം. റോഡിലുള്ള കുഴികളാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ പിങ്കി, ഒരു ടേക്ക് കൂടി പോയാലോ? പിന്നെ നിങ്ങൾ വളരെ നന്നായിട്ടാ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ സ്വീറ്റി അത്ര നന്നായിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അതെയോ? അതെ, പിന്നെ ടിവിയിൽ കാണിക്കുന്നത് മുഴുവനും അവളെ ആയിരിക്കും. പിന്നെ നിന്റെ പേരാണെങ്കിൽ മെല്ലെ പറയുകയുള്ളൂ. റെഡിയല്ലേ പിങ്കി? അതെ, പക്ഷെ എന്റെ പേര് ഉറക്കെ പറയേ. ഇതോടെ മര്യാദക്ക് സംസാരിക്കും. എനിക്ക് കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിങ്കി, നീ ക്യാമറ പേഴ്സണാ. ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് വരെ നീ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നീ തെറ്റെയ്തേനെ ഞാൻ കഷ്ടപ്പെടണോ? റിപ്പോർട്ടറോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, വലിയ റിപ്പോർട്ടർ വന്നിരിക്കുന്നു. മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ വരാണോ? മര്യാദക്ക് നീ ക്യാമറ പിടിക്കാൻ പഠിക്ക്. ആദ്യം നീ മൈക്ക് പിടിക്കാൻ പഠിക്കേ. ഞാൻ നിനക്ക് ജോലി തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ വല്ല കല്യാണ വീഡിയോ എടുക്കേണ്ടി വരും. നീ എന്നെ ഞാൻ അതെ, നീ സംസാരിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയാമോ? ട്രെയിനിൽ ചായ വെക്കുന്നവനെ പോലെ ഉണ്ട്. മാറി നിൽക്ക്. രണ്ടുപേരെ തമ്മി തല്ലിച്ചപ്പോ എന്തൊരു സുഖം. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്താ കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും? നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം മറന്നുപോയോ? സോറി പറയേ. അന്യോന്യം. സോറി സ്വീറ്റി. സോറി പിങ്കി. അവര് ഫ്രണ്ട്സായി. ശരി, വരൂ, ഈ സന്തോഷം ആഘോഷിക്കാൻ മോട്ടിലാൽ സ്വീറ്റ് കടയിൽ പോയി എല്ലാവർക്കും സ്വീറ്റ് കഴിക്കാം. വേണ്ട, ഡിസ്കോയ്ക്ക് പോകാം. ചേടാ, ആരാ വന്നേ നോക്കേ. എടാ പിച്ചക്കാരന്മാരെ, കിറ്റിയുടെ മാറി നിൽക്ക്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്നോട് മാറി നിൽക്കാൻ പറയില്ലല്ലോ. ഹണി, നല്ല അടിപൊളി പേഴ്സണാലിറ്റി, നല്ല ബോഡിയും, ഹാൻസം മാൻ. നീ എന്റെ ഫ്രണ്ട് ആയിരിക്കാമോ? ഏയ്, നീ എന്താ ചെയ്യുന്ന? ഞാനൊന്നും നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. പക്ഷെ നിന്നെ ഒരു ഹാൻസം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സണ്ണി, സണ്ണി, നീ ഇതെന്താ ചെയ്യുന്നേ?
അല്ല നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിക്കുന്നേ? അതെ നിനക്കതൊന്ന് സമാധാനത്തോടെ പറഞ്ഞൂടെ? എനിക്ക് എന്തൊരു വിഷമായിരുന്നു. ഒരാളെയും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. സോറി ഹണി, സോറി. ഹണി നീ എങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ലാന്നേ. നീ എപ്പോഴും ഇത് ഓർമ്മിക്കണം. ഇനി മുതൽ നമ്മൾ സിസ്റ്റേഴ്സ് ആയിരിക്കും. ആ. ഞാൻ ഇപ്പൊ നിന്നെ കാണിച്ചുതരാം. എന്തുപറ്റി? നന്നായി അടിയുണ്ടോ? ഇല്ല, എനിക്ക് കരച്ചില് വരുന്നു. കാരണം കിറ്റി ഞാൻ അവളുടെ സഹോദരിയാണെന്ന് പറഞ്ഞു. ഇതാണ് നിന്റെ ഉള്ളിലുള്ള പെണ്ണിന്റെ ഗുണം. ആണുങ്ങള് അത്ര പെട്ടെന്നൊന്നും കരയില്ല, പക്ഷെ പെണ്ണുങ്ങളോ ഇങ്ങനെയാ. ഈ ഇമോഷനാണ് ആണിന്റെ ഫെമിനൈൻ സൈഡ്. എനിക്ക് മനസ്സിലായി, പക്ഷെ കിറ്റിയെ ആര് മനസ്സിലാക്കിക്കും? കിട്ടിയെ മനസ്സിലാക്കേണ്ട ഒരാവശ്യമില്ല. നന്നായി. ബണ്ണിക്ക് ചേട്ടനും ചേച്ചിയും ഒറ്റയടിക്ക് കിട്ടും അല്ലേ? എനി ഡൗട്ട്?